+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് ക്യാഷ് അവാർഡും ഉപഹാരവും നൽകി. SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങാണ് സംഘടിപ്പിച്ചത്. ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കേരള ബാങ്ക് ഡയറക്ടർ അഡ്വക്കേറ്റ് V. സലീം നിർവഹിച്ചു. ഏറെ സന്തോഷമുണ്ട്. വെങ്ങോല സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിച്ച കുട്ടികളെ അനുമോദിക്കുന്ന ഈ ആദരം 2026 പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ഇവിടെ സൂചിപ്പിച്ച പോലെ SSLCക്കും +2-നെല്ലാം എല്ലാത്തിലും A+ വാങ്ങിയ കുട്ടികളെ, ഈ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളായ കുട്ടികളെ എല്ലാം ആദരിക്കുന്ന തുടർച്ചയായ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ബാങ്ക് ഈ വർഷവും ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരം തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, SSLCയും +2 എന്നെല്ലാം പറയുന്നത് ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ നാഴികക്കല്ലായതുകൊണ്ട് തന്നെ അതില് മികച്ച വിജയം അവർക്ക് കരസ്ഥമാക്കുന്നു എന്ന് പറയുമ്പോൾ SSLCയും +2 നേടിയതുകൊണ്ട് മാത്രമായില്ല, ഇനിയും ഇതിനേക്കാൾ ഉയർന്ന മേഖലയിലേക്ക് അവരുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അവരാ പുതിയ മേഖലയിലേക്ക്, ഉയർന്ന മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിന് അവർക്കുള്ള വലിയൊരു അംഗീകാരവും പിന്തുണ കൂടിയാണ്. ഈ നാട് അവരുടെ ജീവിതത്തിലെ വിജയത്തിൽ കൂടെയുണ്ട് എന്ന് അവർക്ക് ഉറപ്പ് നൽകുന്ന ഒരു അംഗീകാരം കൂടിയാണ് നമ്മുടെ സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന ഈ അനുമോദനം എന്നുള്ളത്. ബാങ്ക് പ്രസിഡന്റ് MI ബീരാസ് അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാടിന്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ് വിദ്യാഭ്യാസ രംഗത്ത് ഈ മിന്നുന്ന വിജയം നേടുന്ന മിടുക്കന്മാരും മിടുക്കികളും. അതുകൊണ്ട് തന്നെ അവരെ ആദരിക്കുക, അനുമോദിക്കുക എന്നുള്ളത് പൊതുസമൂഹത്തിന്റെ ഉത്തരവാദിത്വവും കർത്തവ്യവുമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഇത്തവണ SSLCക്ക് ഫുൾ A+ മേടിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ പകുതിയായി കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 71,000 വിദ്യാർത്ഥികളാണ് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫുൾ A+ നേടിയത്. ഈ വർഷം അത് 32,000 കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ആയിരുന്നു 70,000. ഈ വർഷം അത് 62,000. ഗണ്യമായ തോതിൽ SSLC ഫുൾ A+ കുറഞ്ഞിട്ടുണ്ട്. അത് വിദ്യാഭ്യാസ രംഗത്തെ എന്തെങ്കിലും തകർച്ചയുടെ പ്രതിഫലനമല്ല, മറിച്ച് മൂല്യനിർണയ രീതിയിൽ വരുത്തിയ മാറ്റം, ചോദ്യപേപ്പറിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള പരിഷ്കാരം, പാഠ്യപദ്ധതി പരിഷ്കാരം, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് SSLCക്ക് ഫുൾ A+ കുറഞ്ഞത്. വൈസ് പ്രസിഡന്റ് AS അനിൽകുമാർ സ്വാഗതം പറഞ്ഞു. ഡിഗ്രി റാങ്ക് ജേതാക്കളെ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെമീദ ഷെരീഫ് അനുമോദിച്ചു. പ്രതിഭാ പുരസ്കാരദാനം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോയ്സി ബിബിൻ നിർവഹിച്ചു. PS പണിക്കർ ഭാവി മാർഗനിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ R. സുകുമാരൻ, അഡ്വക്കേറ്റ് KV മാത്തപ്പൻ, മുൻ ഭരണസമിതി അംഗം PM സലീം, അഡ്വക്കേറ്റ് ബേസിൽ കുര്യാക്കോസ്, LC എൽദോ, ജുബേരിയ ഐസക്, അഡ്വക്കേറ്റ് V. വിധാൻ, KN രാജൻ, ബാങ്ക് സെക്രട്ടറി സിമി കുര്യൻ എന്നിവർ സംബന്ധിച്ചു. ബിനേഷ് ബേബി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, വെങ്ങോല.